ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നൊരു കരിമീൻ പൊള്ളിച്ചതും ചോറും കണ്ടാലോ? ഇന്നത്തെ ലഞ്ചാണേ. അപ്പം നോക്കിയാലോ? ആദ്യം നമുക്ക് കുറച്ച് ചട്നി അരയ്ക്കാം. മഞ്ഞൾ ചട്നിയാണ് ഞാനിവിടെ അരയ്ക്കുന്നത്. അതിന് വേണ്ടി 2 മുളക് എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങ കഴുകിയെടുക്കാം. മുരിങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുരിങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. മുരിങ്ങേൻ്റെ ആ വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സായി ഇതൊക്കെ കുറച്ച് ഇളക്കി കൊടുക്കുക. മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങ ഒരു ബ്രൗൺ കളറ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് നമുക്ക് ചോറ് കഴിക്കാം. ആദ്യം നമുക്കൊരു പ്ലേറ്റ് എടുത്തത് അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കുറച്ച് ചട്നിയും കൂടി വെച്ച് കൊടുക്കാം. പണ്ടൊക്കെ ഇതായിരുന്നു നമ്മുടെ ഭക്ഷണം. ഇപ്പോൾ മാറി, ചിക്കനായി, മട്ടനായി. അങ്ങനെ നമുക്ക് നമ്മളുണ്ടാക്കിയ ഉപ്പേരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കരിമീൻ പൊള്ളിച്ചത് അത് നമുക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ടാറ്റ കാട്ടുന്ന ഒരുത്തൻ. അപ്പോൾ ഇതാണ് ഭക്ഷണം, നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണമാണിത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ വാടാൻ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബായ്.